പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ,
അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപുകാലത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ മാനസാന്തരത്തിൻ്റെ 2 തലങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമാണ്, അദ്ദേഹം വാക്കാനുള്ളൊരു മാനസാന്തരമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക യോഹന്നാനും മാനസാന്തരത്തിൻ്റെ 2 വേർഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ്റെ പ്രതീകമായി ഈശോ പറഞ്ഞ കഥയുടെ പ്രധാന കഥാപുരുഷനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും ആശയപരമായ കാര്യങ്ങളാണ്. ഞാൻ അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, അങ്ങനെ പുത്രനെന്ന് പേരിന് പോലും ഞാൻ യോഗ്യനല്ല, അങ്ങനെ ദാസ എന്നെ സ്വീകരിക്കണമേ, എല്ലാം വാക്കുകളാണ്. നാളെ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. അപ്പം ആ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ കഥ മുന്നോട്ട് പോണത്. പക്ഷേ സുവിശേഷത്തിലെ വാക്കുകളൊന്നും പറയാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ തൻ്റെ മാനസാന്തരം അറിയിക്കുന്ന ഒരാളാണ് ബെഥനിയിലെ മറിയം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധവാരത്തിലെ പള്ളികളിലെ ബെഥനിയയിലെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ അനുദിന സുവിശേഷത്തിലെ ബെഥനിയിലെ മറിയം, ഈശോ ബെഥനിയിലെ മറിയത്തിൻ്റെ ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ മറിയം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. മറിയം 300 ദിനാറ വിലപിടിപ്പുള്ള ഒരു വർഷത്തെ മുഴുവനും കഠിനാധ്വാനത്തിൻ്റെ പണം മുഴുവനും കൊണ്ട് വാങ്ങിയ നാർദിൻ സുഗന്ധ തൈലം കർത്താവിൻ്റെ കാലുകളിൽ പൂശു. എന്നിട്ട് തലമുടി കൊണ്ട് അത് തുടക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിണ്ടത്തില്ല മറിയം, ശാന്തമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോഴും അവിടെ കണ്ണ് നിറഞ്ഞു കാണും, കണ്ണീരും നാർദിൻ സുഗന്ധത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ് അവളുടെ ഒരു കുഴപ്പം. കർത്താവ് ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വന്നതാണ്, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേ. പക്ഷെ അന്ന് മറിയം എല്ലാവരും ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോഴും ബൈബിൾ പറയുന്നുണ്ട് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യോഹന്നാൻ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത ചെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാർത്തയുടെ കൂടെ മറിയത്തെ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ യോഹന്നാന് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാതെ ഒരു നയവും ഇല്ലാതെ യോഹന്നാൻ പറഞ്ഞു മറിയം ഉണ്ടായിരുന്നു, പക്ഷെ മറിയം എന്നിട്ട് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വന്നില്ല എന്ന് തന്നെയല്ല, അവർക്കൊരു പണിയില്ല, വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയണത്. അതിൽ നന്ദികേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവളങ്ങനെ കാണിച്ചത് നമുക്ക് പറയാം കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവർ ചില സമയത്ത് കർത്താവ് ലാസർ ക്ഷീണമായിട്ട് കിടന്നപ്പോൾ മാർത്ത ആളയച്ചെങ്കിൽ ഇവരൊത്തിരി പ്രതീക്ഷിച്ചായിരുന്നു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചില പറഞ്ഞ് അപ്പം അവസാനം വരാതെ മരിച്ചു പോയില്ലേ
അപ്പോൾ ആൾക്കാർ പറഞ്ഞ അടക്കത്തിനെങ്കിലും ഈശോ വരാതിരിക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരി കണ്ണ് നൊന്ത് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തെല്ലാം സംഭവിച്ചാലും ഈശോ വന്നാൽ അവരുടെ ഒരു ഏറ്റവും കണ്ണീരിൻ്റെ ഒരു സമയമാണ്, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ. പക്ഷേ ഈശോ വന്നില്ല. അതുകൊണ്ട് മറിയത്തിന് ഭയങ്കര സങ്കടവും ഉള്ളിലെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കാം, പക്ഷേ ഈശോയോട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈശോ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല, അതാണ് പ്രശ്നം. ഇവൾ വിചാരിച്ചത് ഇത് കുഴിച്ചു മുഴിയപ്പോൾ ലാസറിൻ്റെ സംഭവം തീർന്നെന്നാണ്. കാര്യം ഈശോ വന്നില്ലല്ലോ. നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധം, ചില ആൾക്കാർ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ചിലർ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട്, ഇതല്ലേ ഗതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചത്, എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയണ പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ, ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്. നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഉണ്ടാക്കണം അല്ലല്ലോ, നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാ? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെ ഉള്ള സംഭവമാണ് മറിയവും കെറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാമെന്ന് അറിയത്തില്ല, എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ നമ്മളും ഇതുപോലെ നമ്മൾ കാണിക്കും ദൈവത്തോട്. എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരുന്നു, ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവൾ വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ കടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണേ കാണുന്ന ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പോയി അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരും ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെടി നീ ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ് ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുകയാണ്. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അതില്ല താനും. അപ്പം ഈ ആർക്കോ വേണ്ടി ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതുകൊണ്ടല്ലേ പല ആൾക്കാരും നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്, ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ ഇവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. അപ്പം ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല. അവിടെ മറിച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. ഈ നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്, മറിയം ഇങ്ങനെ കെറിയിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞ്. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു, ഇരിക്കണൊക്കെ അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും, അവൾക്ക് അതിനുള്ള യോഗമില്ലെന്ന് പറയും. പക്ഷേ ഈശോ എന്തോ ഒരു വലിയ ആളാണ്.
അവളെ വിളിച്ചു എളിമയോടെ. അവളെ തോപ്പിച്ച് നോക്കിയാ, പക്ഷേ അവളെ വിളിച്ചു. ഇതിൽ മാർത്തായോട് പറഞ്ഞു മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോരം പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരി ഉയർത്തി നിൽക്കും. അപ്പോൾ മാർത്ത പറയും, അന്തിമനാളിൽ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയം വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും, അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോയാണ് നമുക്കൊരു പിടിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൾ സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടിക്കിട്ടിയ പോലെ, മുതുകത്ത് അട്ടിക്കിട്ടിയ പോലെ. എന്താണ്, ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ. ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അത്രയും പ്രയോഗമാണ്. കർത്താവിനെ വീട്ടിലോട്ട് വിളിച്ച് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ മറിയമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്തം പുകന്തം എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച്. അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയിലൊരു മാനസാന്തരം വേണം, എന്നാൽ സൂപ്പറായിരിക്കും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ തിരുകുമാരനിൽ നിന്ന് നേടിത്തന്നതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദികൾ പറയുന്നു. എൻ്റെ പേര് സിമി വിനോദ്, പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ ഹസ്ബൻഡ് വീട്. ഞങ്ങളിപ്പോൾ എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന ദേശം ചങ്ങനാശ്ശേരിയാണ്. അവിടെ സെൻറ്റ് ഫ്രാൻസിസ് ഫൊറൈൻ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് നൽകിയ സാക്ഷ്യം, ആദ്യം ഞാൻ 2024 ജൂലൈ 24 ഉടമ്പടി എടുത്തത്. അന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ വലിയൊരു രോഗസൗഖ്യം പരിശുദ്ധ അമ്മ തിരുകുമാരൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് നേടിത്തന്നു. വെഞ്ചിരിച്ച തൈലവും ഉപ്പും പിന്നെ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും എനിക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തന്ന് എനിക്ക് വലിയൊരു സൗഖ്യം, വീണു പോകാമായിരുന്ന എന്നെ ഇവിടെ എഴുന്നേറ്റ് നിർപ്പിച്ച് സാക്ഷ്യം പറയുവാനുള്ള വലിയൊരു കൃപ എനിക്ക് അന്ന് നേടിത്തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതലാണ് എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനുള്ള കൃപകൾ അമ്മ നേടിത്തന്നത്. പിന്നീട് അവിടെ തുടങ്ങി ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് അമ്മ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വഴി നടത്തുന്ന വിധങ്ങൾ, ഞങ്ങളിലേക്ക് സഹായവുമായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, കൃപാസനം പത്രം നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട്. മിക്കവാറും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വീണ്ടും ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത്, ഞങ്ങളുടെ സ്ഥലം അത് വിൽക്കുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുവായ വെഞ്ചിരിച്ച ഉപ്പ് ആ സ്ഥലത്തിൻ്റെ 4 അതിരുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അമ്മ മനസ്സിലൊരു സന്ദേശം നൽകി. ഈ സ്ഥലം ഞങ്ങളുടെ മുൻപിലുള്ള ഒരു വീട്, അവിടെ കുറച്ച് വില്ലകളാണ്, അവിടെയുള്ള ഒരാൾ വാങ്ങിക്കുമെന്നൊരു സന്ദേശം നൽകി. എങ്കിലും ഞാൻ ആ വസ്തുവിൻ്റെ ആധാരവുമായി ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിച്ചു. അമ്മയുടെ കാശ് രൂപം നൽകി. അത് അമ്മയുടെ കാശ് രൂപം ആ മണ്ണിൽ സ്ഥാപിച്ച് ആ സ്ഥലം അമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരടയാളം തരണമേ എന്ന്. ഞാൻ ഈ പള്ളി വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒരു ബ്രോക്കർ ഞങ്ങളെ വിളിച്ചു. ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ആ സമയം
ഞങ്ങളത് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോക്കർ പറഞ്ഞു ആ വില കിട്ടുവാനുള്ള ചാൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. വീണ്ടും വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ഈശോപ്പയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്, ഞാൻ എല്ലാം സംസാരിക്കുന്നത് എൻ്റെ ഈശോപ്പയോടാണ്. എനിക്ക് വചനത്തിലൂടെ ഞാനെന്ന മകള് എന്താണെന്നറിയാവുന്ന എൻ്റെ അപ്പ വചനത്തിലൂടെ ലളിതമായ രീതിയിൽ ഞാൻ എന്ത് വാക്ക് വെച്ചാണോ ചോദിച്ചത് അതേ വാക്ക് തന്നെ നൽകി എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ കാര്യമാവട്ടെ ഞാൻ എൻ്റെ ഈശോപ്പയോട് ചോദിച്ച് എന്നും സംസാരിക്കുമായിരുന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പോഴും ഞാൻ ഈശോപ്പയോട് ചോദിച്ചു. കാരണം ഇതെൻ്റെ അപ്പൻ എനിക്ക് ദാനമായി, എൻ്റെ ഈശോപ്പ ദാനമായി നൽകിയ സ്ഥലമാണ്. ഒരു സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അപ്പ നീ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഒരു നുള്ള സ്ഥലം എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈശോപ്പ വാങ്ങിച്ച് നൽകിയ സ്ഥലമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഏത് വിലയ്ക്കാണ് ഈ സ്ഥലം വിൽക്കേണ്ടതെന്ന്. 2 പ്രാവശ്യവും എൻ്റെ ഹസ്ബൻഡേയും മനസ്സിലൊരു വില നൽകി. വീണ്ടും ആ ഒരു വില തന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ വിലയുമായി നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൽ നിന്ന് ഞാൻ ഈശോയോട് പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ കുറക്കുകയില്ല. കാരണം എനിക്കറിയാം ഇത് എൻ്റെ ഈശോപ്പ കാണിച്ച വിലയാണ്. അതെൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ആ തുകയ്ക്ക് തന്നെ ഈ സ്ഥലം വിൽക്കുവാൻ സാധിക്കും. അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അന്ന് വിളിച്ച ആ ബ്രോക്കർ വിളിച്ചു. ഞാൻ ഈ വിലയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞു ഈ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വില്ലയിൽ ഒരാൾ ആ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് എനിക്ക് അമ്മ നൽകിയ സന്ദേശവും അത് തന്നെയായിരുന്നു. ആ തുകയ്ക്ക് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഉള്ള തീരുമാനമായി. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി എന്ന ദേശം എൻ്റെ അപ്പൻ ഒരു പരിചയവുമില്ലാത്ത സ്ഥലം എൻ്റെ അപ്പൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞപ്പ ഈ സ്ഥലം വിൽക്കുമ്പോൾ പുതിയൊരു സ്ഥലം എനിക്ക് പള്ളിയുടെ അടുത്ത്, ഞാനതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു വീട് തരുവാണെങ്കിൽ, ഒരു സ്ഥലം തരുവാണെങ്കിൽ പള്ളിയുടെ അടുത്ത് തരണം. എനിക്ക് വിശുദ്ധ ബലിയിൽ ആരെ ആശ്രയിക്കാതെ വരുവാനുള്ള, കാരണം എനിക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ അങ്ങനെയുള്ള അതിനുള്ളൊരു ധൈര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഈ ചങ്ങനാശ്ശേരി എന്ന ദേശം നൽകിയപ്പോൾ അന്ന് മുതൽ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെയുള്ള കൃപ നൽകി. അതുമാത്രമല്ല ആ സ്ഥലത്തിൻ്റെ മുൻപിൽ മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട്. അത് അമ്മയുടെ സാന്നിധ്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പ നൽകിയ സ്ഥലം മറ്റൊരാളുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്ഥലം അപ്പ വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഒരു മാസം തന്നെ എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവിടെയൊക്കെ റോഡ് സൈഡ് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് പോയാലും 1 സെൻറ്റിന് 4.5, 5 ഒക്കെയാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലം പോയി കണ്ടു. ആ ഒരു റേറ്റാണ് പറയുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ ഒരു സ്ഥലം എത്ര തുകയ്ക്കാണോ വിറ്റത് അതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ആ ഒരു വിലയ്ക്ക് തുല്യമായി ഒരു 7 സെൻറ്റ് സ്ഥലം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അധികമായി നൽകുന്ന സ്വർഗീയ പിതാവ് 10 സെൻറ്റ് സ്ഥലം ആ തുകയ്ക്ക് അടുപ്പിച്ച് തന്നെ വാങ്ങുവാനുള്ള കൃപ നൽകി. അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ കരമടച്ച റെസിപ്റ്റ് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് കിട്ടിയത്. അത് വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈശോ അപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു.
ഞങ്ങളുടെ മകളും ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉടമ്പടി വന്നു പുതുക്കിയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾ വന്നില്ല. വീണ്ടും ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു വാഹനം വാങ്ങിക്കുവാൻ, ഒരു കാറ് വാങ്ങിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്. അന്നും അമ്മ ഞങ്ങൾക്കൊരു വാഹനം കാണിച്ചു തന്നു. അത് മനസ്സിൽ ഞങ്ങളത് വെച്ചിട്ട് മുന്നോട്ട് പോയി. ഈ വർഷമായപ്പോഴേക്കും വീണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കാണിച്ചു തന്ന വാഹനം അത് വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് വഴികളൊന്നുമില്ല, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഈശോയോട് ചോദിച്ചു, ഈശോയെ ഏത് വാഹനമാണ്, അമ്മ ഇങ്ങനെ ഒരു വാഹനം കാണിച്ചു തന്നിട്ടുണ്ട്, ഏത് വാഹനമാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടതെന്ന് വീണ്ടും അപ്പ നീ ഒന്ന് ഉറപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും അമ്മ കാണിച്ചു തന്ന അതേ വാഹനം തന്നെയാണ് ഈശോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ കാര്യങ്ങൾ വാങ്ങിക്കുവാനുള്ള വഴികളൊക്കെ അമ്മ തുറന്നു തന്നു. വീണ്ടും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ പ്രേക്ഷിത ജീവിതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് ഉടമ്പടി ജീവിതം ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഈശോപ്പയും പരിശുദ്ധ അമ്മയും ആഗ്രഹിച്ചതുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഞാൻ എന്ന കുറവുള്ള മകൾ എന്നെ നിറവുള്ള ഒരു മകളാക്കി മാറ്റാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് നൽകി ദേശത്ത് പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റി. പത്രം വാങ്ങിച്ച് റോഡുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, നമ്മളുടെ ജീവിതം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിലും ദൈവം അത് നൽകും. പക്ഷേ കൃപയുണ്ട്, അത് ദൈവം നമ്മൾക്ക് നൽകുന്ന ദാനമാണ്. കാരണം വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ ഒരു കൃപ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവരിലൂടെ നമ്മൾക്കത് കാണുവാൻ സാധിക്കും. പലപ്പോഴും പത്രം ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ അപ്പൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഈശോപ്പ ഞാൻ എന്തിങ്ങനെ കരയുന്നേ? കാരണം എൻ്റെ മനസ്സിൽ അപ്പോഴും ഈശോയെ ഇവരെല്ലാവരും നിന്നെ അറിയണം, നീ എന്ന ഏക സത്യദൈവത്തെ അറിഞ്ഞ് ഈശോയെ നിന്നിലേക്ക് ഇവരെല്ലാവരും വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. അത് നമ്മൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോവണി പരിശുദ്ധ അമ്മയാണ്. അത് നമ്മൾക്ക് പരിശുദ്ധമായ കൃപാസനം എന്ന ഈ പുണ്യഭൂമി തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ഗ്ലാസ് പച്ചവെള്ളം എൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ നമ്മുടെ ജീവിതം എല്ലാ തരത്തിലും നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ നമ്മളോട് പറഞ്ഞത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഞാൻ ഈശോയോട് പറയും, അപ്പാ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്കില്ല, പക്ഷേ നീ എനിക്ക് നൽകിയ നിന്നെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ മുഴുവനും വചനത്തിലൂടെയാണ്. ആ വചനം സോഷ്യൽ മീഡിയ വഴിയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഞാൻ ഈശോയോട് പറയും, അങ്ങയുടെ സേവകാത്മാക്കളായ കോടാനുകോടി മാലാഖമാരുടെ കരങ്ങളിൽ ഈ വചനങ്ങളെല്ലാം കൊടുത്ത് ലോകമെങ്ങും പോയി
സുവിശേഷം, ഈ വചനം അവരിലൂടെ ലോകമെങ്ങും പോയി വിതരണം ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ ഈശോ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ച ഒത്തിരി വചനങ്ങളുണ്ട്, അതെല്ലാം ഏറ്റുചൊല്ലി എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കണ്ടുമുട്ടുന്ന ആൾക്കാരിലൊക്കെ വചനം പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഈ മണ്ണ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്, അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യങ്ങൾ അത് കേൾക്കുക മാത്രമല്ല, അത് ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും അല്ലാതെയും ഞാൻ ഷെയർ ചെയ്തു. അതുമാത്രമല്ല അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഓരോ സാക്ഷ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് നൽകുന്ന വലിയൊരു അറിവുകളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ ആരും മുടക്കരുതെന്ന് ഞാൻ പറയുന്നു. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരിലേക്ക് സഹായം എത്തിക്കാറുണ്ട്. പിന്നെ പുവർ ഹോമിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അതെന്താണോ ഭക്ഷണമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, അത് ചെയ്യുവാനുള്ള കൃപ നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ. അതുകൂടാതെ വഴി ഓരങ്ങളിൽ ആരുമില്ലാത്ത മക്കൾക്ക് അവർക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുവാൻ ആ ഒരു കൃപയും നൽകിയിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് സഹായം, ഏറ്റവും വലിയത് മധ്യസ്ഥ പ്രാർത്ഥന. ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയുടെ കീഴിൽ ഞാൻ പറയും, അമ്മേ ഞാനിത് അമ്മയുടെ കാൽ കീഴിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ കുറവുകൾ കഴുകി വിശുദ്ധിയോടെ കൊടുക്കണമേ. അത് അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പള്ളിയിലെ കാരുണ്യ പ്രവർത്തികളിൽ ഭാഗമാകാറുണ്ട്. അതുകൂടാതെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം, മറ്റുള്ളവരുടെ അടുക്കൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അനുഭവിച്ച നമ്മുടെ അപ്പൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോ നിമിഷവും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ഈശോ നൽകിയിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്. ഞാൻ അവരോട് എന്നും അവരോട് പറയാനുള്ളത് എനിക്കെൻ്റെ ഈശോയെക്കുറിച്ച് മാത്രമാണ്. അല്ലാതെ ഞാൻ അവരോട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും കൂടുതൽ എൻ്റെ ഈശോയെക്കുറിച്ച് വചനം വായിച്ചത്, ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു 6 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാന ഓരോ പ്രാർത്ഥനയും എന്താണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് ലഭിച്ചു. ഞാൻ ഇതിലൊക്കെ എൻ്റെ ഈശോയുടെ സ്നേഹമാണ് അനുഭവിച്ചറിയുന്നത്. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഈശോയോട് പറയണം, ഈശോയെ ഈ ഒരു ഗ്ലാസ് വെള്ളം നിൻ്റെ നാമത്തിൽ ഞാൻ കുടിക്കുന്നു, അതിനുള്ള കൃപ എനിക്ക് നൽകിയതിന് നിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസം നമ്മൾക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞ് ഈശോയുടെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ മനസ്സ് മുഴുവനും പ്രാർത്ഥനയിലായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ ജോലി സമയങ്ങളൊക്കെ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കൂടാതെ ബൈബിൾ വായന, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഒത്തിരി, എനിക്ക് തോന്നുന്നു 500 അധികം വചനങ്ങൾ എൻ്റെ ഈശോപ്പ പരിശുദ്ധാത്മാവ് നൽകി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഏറ്റുചൊല്ലും. അത് ജോലിയുടെ സമയത്തല്ലാതെ ഒക്കെ ഞാൻ ഏറ്റുചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കുടുംബ പ്രാർത്ഥന, ജപമാല, ഇതൊക്കെ ചൊല്ലി അതെല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കരുണയുടെ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ വിശുദ്ധ ബലിയിൽ നേരത്തെ പങ്കെടുക്കാൻ പള്ളിയിൽ നേരത്തെ ചെല്ലും. കുറച്ച് നേരം, അത് ചിലപ്പോൾ ആദ്യം ചെല്ലും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ എൻ്റെ ഈശോയോട് കൂടെ ഇരിക്കും. അവിടെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും എനിക്ക്
നിശബ്ദതയാണ് അവിടെ വരുന്നത്. കാരണം എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എപ്പോഴും കുറവുകളോടുകൂടി ആയിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൃപകൾ കിട്ടുന്നത്. ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു അനുഗ്രഹങ്ങൾ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചതിനെ ഓർത്തും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്തും പരിശുദ്ധമായ ആൾത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവേറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 വചനമാണ്. സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. മകൾ പ്രാർത്ഥിച്ചത് കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും മഹത്വപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മകളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ വിശദീകരിച്ച് ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലേക്കാണ് ഒരു പ്രേരണ ഈ മകൾക്ക് ലഭിക്കുകയും സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ആ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും അങ്ങനെ സുവിശേഷ വചന പ്രഘോഷണം നടത്തുവാനുള്ള കൃപ ലഭിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ കൂടെയുള്ള ആ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ് സിമി നമ്മളോട് ഷെയർ ചെയ്തത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലാണ് പരിശുദ്ധ അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. അമ്മയുടെ കരുതലും സംരക്ഷണവും വാത്സല്യവും നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി കാരുണ്യപ്രവർത്തികൾക്കായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുവാനുള്ള ഒരു വലിയ വാതിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുറന്നു കൊടുക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള ആ വാതിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിക്കുമെന്നും തക്ക സമയത്ത് ഇടപെടുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും. 1 കൊറിന്ത്യൻസ് 9:8 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ആ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തെ നമ്മൾ കിട്ടുന്ന ആ കൃപയിലൂടെ നമുക്കും ആ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സിമിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ചും വാഹനം മേടിക്കുവാനും സ്ഥലം വിൽക്കുവാനും മേടിക്കുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയ ആ ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഈ അൾത്താരയിൽ നിർത്താൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും ഹൃദയം നിറഞ്ഞ അനന്തകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രിജി ശ്രീകുമാർ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ പ്രമീള, ഇതെൻ്റെ മക്കൾ അനുശ്രീ, അനുപം, ശ്രീദേവ്. ഞാൻ ഉടമ്പടി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ്. എൻ്റെ അമ്മയാണ് അറിഞ്ഞത്. അമ്മ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയും കൃപാസനത്തിലെ ധ്യാനങ്ങൾ കേൾക്കുകയും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അമ്മ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് അമ്മയുടെ ഒരു മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഞാനുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം കിട്ടി. അതൊരു സുഗന്ധാഭിഷേകം ആണെന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി. കാരണം അതെനിക്ക് അനുഭവപ്പെട്ടില്ല, അമ്മയ്ക്ക് മാത്രമേ അത് അനുഭവപ്പെട്ടുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരണം, അമ്മ മാതാവെ വന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളൊരു ഹിന്ദുസാണ് എങ്കിലും ഞങ്ങൾ പണ്ട് പോലെ ചർച്ചിലും അപ്പോൾ മാതാവിനെയും ഈശോയും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവും ഈശോയും തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൃപാസനം ചർച്ചിൽ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നില്ലേ എന്ന്. ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാ എല്ലാ ചർച്ചിലും പോകും പോലെ പ്രാർത്ഥിച്ച് പോവുക, അതിനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിവിടെ നിന്ന് നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങി ഇവിടെ ഒരു ദിവസം നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അമ്മയടുത്ത് യാത്ര ചോദിക്കാനായിട്ട് വന്നു.
ഇവിടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയുടെ അവിടെ ഒന്ന് യാത്ര ചോദിച്ച് തിരിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അമ്മയെ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയ സമയത്ത് അമ്മയെ അവിടെ കാണുന്നില്ല. ഫുള്ള് ഇരുട്ടായിട്ട് കാണുന്നു. ഞങ്ങൾ അവിടെ കറണ്ട് പോയിട്ട് അവിടുത്തെ ലൈറ്റ് ഫുള്ള് പോയി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കിയിട്ടും അമ്മയെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോവുകയാണ്. അതിനുള്ള അടയാളം അമ്മ കാണിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ വിഷമത്തിൽ തന്നെയാണ് പോയിട്ട് നാട്ടിലോട്ട് വന്നായിരുന്നു. വീട്ടിൽ പോയ സമയത്ത് അമ്മ ഒന്ന് വീഴുകയുണ്ടായി. ആ വീഴ്ചയിൽ അമ്മയ്ക്ക് നടുവിന് വേദന വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അമ്മയുടെ നടുവിന് പൊട്ടലുണ്ട്, ബെഡ് റെസ്റ്റ് വേണം, അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിൽ പോകണം, മക്കൾക്ക് ക്ലാസ് നടക്കുകയാണ്. അന്നേരം എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച ഉപ്പും തേനും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് അമ്മയുടെ നടുവിൽ ഇട്ട് കൊടുക്കുകയും അമ്മയ്ക്ക് വേദന കുറയുകയും ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് കാരണം BP വേരിയേഷൻസ് വന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എല്ലാ അസ്വസ്ഥതകളും കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ BPക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടും അമ്മയ്ക്ക് ഒന്നും നോർമൽ ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴേക്കും അമ്മയ്ക്കൊരു പനി വന്നു. അപ്പോൾ ആ പനിയെ തുടർന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ബോഡിയിൽ കാണുന്നുണ്ട്, ഫുൾ നല്ല തറവായിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ വയറിലെ അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ടിൽ അമ്മയ്ക്ക് ലിവറിൽ കുറച്ച് അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എല്ലാ ടെസ്റ്റ് ചെയ്യാനും ഒരു ടാബ്ലറ്റ് എടുക്കാൻ വരെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം അമ്മയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാബ്ലറ്റ്സിന് അലർജി ആയിട്ട് നല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് അമ്മ. അപ്പോൾ അമ്മ എല്ലാത്തിനും നല്ല പേടിയാണ്. അപ്പം ഡോക്ടർ MRI സ്കാൻ റിപ്പോർട്ട് കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് 90% ഞങ്ങൾക്ക് കൺഫേമാണ് ക്യാൻസറാണ് ലിവറിൽ. ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ. ക്യാൻസറിൻ്റെ 2nd സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയത് എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ്. ഉടമ്പടി ജീവിതം നയിക്കണം അത് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ആ 10% ഞാൻ ദൈവത്തിൽ കൊടുത്ത് വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും മാതാവ് വയ്ക്കില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ അമ്മയുടെ ഒരൊറ്റ നിയോഗം വെച്ച് മാത്രം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഞാൻ ഒരൊറ്റ നിയോഗം എഴുതിയ സമയത്ത് ഒരു ഡോക്ടർ റൂമിൽ വരെയും എൻ്റെ കൈ പ്രസ്സായി ആ ഒരു ഉടമ്പടി മാത്രം വെച്ച് സബ്മിറ്റായി ഉടമ്പടി. അപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി അമ്മ എൻ്റെ അമ്മയെ ഏറ്റെടുത്തു, എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ഞാൻ ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുമെന്നും പ്രാർത്ഥിച്ചിരുന്നു. എന്ന് ഉടമ്പടി എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായി ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ആ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അമ്മയെ നോക്കാൻ ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററും കൃപാസനത്തിലെ ജപമാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു. സിസ്റ്റർ ഉടമ്പടിയെക്കുറിച്ച് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കുറച്ച് ഞാൻ പേടി തോന്നുന്ന സമയങ്ങളിൽ ഞാൻ സാക്ഷ്യങ്ങൾ നിരന്തരം വായിച്ച സാക്ഷ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യം കിട്ടുമായിരുന്നു. അങ്ങനെ ഓരോ ടെസ്റ്റിനും MRIക്കും സ്കാനിങ്ങിനും ഒക്കെ അമ്മയെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശുദ്ധ ഉപ്പും എൻ്റെ കയ്യിൽ തൈലം ഇല്ലായിരുന്നു, ഉപ്പും തേനും വെച്ച് അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു വിടും. അതിൻ്റെ ഫലമായിട്ട് ആ സ്കാനിങ് റൂമിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ധൈര്യമാണ്. അതുപോലെ എന്നെപ്പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരിക്കും. അപ്പം അമ്മ ധൈര്യമായിട്ട് അമ്മ അത് ചെയ്തിട്ട് വരും. എന്നിട്ട് അതിനുശേഷം അമ്മയുടെ
അമ്മയ്ക്ക് പനിയൊക്കെ ഇടയ്ക്ക് വരുന്നത് കാരണം ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബയോപ്സി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ ബയോപ്സിക്ക് അമ്മയ്ക്ക് കയറ്റിയ സമയത്ത് ഞാൻ പുറത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് അന്ന് ഒന്നും കാണാതറിയില്ല. ഞാൻ വിശ്വാസ പ്രമാണം മൊബൈലിൽ നോക്കി പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ വിശ്വാസ പ്രമാണം കാണുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന മാത്രമേ എൻ്റെ മൊബൈലിൽ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മ മാതാവ് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നോട് പറയുവാന്ന് മനസ്സിലായി. ഞാൻ അത് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്കൊരു ഒരു മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ അമ്മ മാതാവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ചു അവരെടുക്കുന്ന ആ സാമ്പിൾ, ആ ഫ്ലൂയിഡിൻ്റെ സാമ്പിൾ എന്നെ ഒന്ന് കാണിച്ചെങ്കിൽ എൻ്റെ ജപമാല അമ്മ മാതാവിൻ്റെ കുരിശൻ വെച്ചിട്ട് ഒന്ന് കുരിശ് വരച്ച് അയക്കാമായിരുന്നു, റിപ്പോർട്ട്സ് ടെസ്റ്റിന് വേണ്ടി അയക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റർ പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ആ ഫ്ലൂയിഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ അടുത്ത ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ ഓടി ചെന്ന് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അമ്മ മാതാവ് ഇടപെട്ടു എന്ന്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിസൾട്ട് മേടിക്കാൻ വരേണ്ടത്. അന്ന് മെയ് 6-ാം തീയതി ആയിരുന്നു. അന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉള്ള ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പം ഞാൻ ധ്യാനം കാറിലിരുന്ന് കേട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ പ്രെയർ ടൈമിൽ ഞാൻ ആലോചിച്ചു അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു റിപ്പോർട്ട് നെഗറ്റീവായിരിക്കും എന്ന്. ഉടമ്പടി ധ്യാനം തീർന്നതും ഡോക്ടർ പറഞ്ഞു, ഉടമ്പടി ധ്യാനം കേട്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു റിപ്പോർട്ട്സ് മേടിക്കാൻ. അത് റിപ്പോർട്ട്സ് മേടിച്ച് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഡോക്ടറെ കാണിച്ചെങ്കിലും ഡോക്ടറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്തായാലും അത് സർജറി ചെയ്തേ പറ്റുള്ളൂ. ലിവറിൻ്റെ ഒരു പോർഷൻ സർജറി ചെയ്ത് മാറ്റണം. അതങ്ങനെ ബോഡിയിലിരിക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും പനി അങ്ങനെ ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും വലിയൊരു അസുഖം നിന്ന് മാറ്റിയല്ലോ, ഇനി സർജറി അല്ലേ, അത് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അഡ്മിറ്റ് വരാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എനിക്ക് അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എനിക്ക് എന്തോ വരട്ടെ, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സർജറി വേണ്ട. അമ്മ ഒത്തിരി പറഞ്ഞ് ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്തോട്ട് അമ്മയെ കൊണ്ടുവരാനും പറ്റില്ല. അമ്മയ്ക്ക് അത്ര ഹെൽത്ത് നല്ല ഹെൽത്തി ആയിരുന്നില്ല അമ്മ. അതിനാൽ ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിന്ന സമയത്ത് അതിശക്തമായ മഴയും കാറ്റും കാരണം ഞങ്ങൾക്ക് യാത്ര മുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ മാതാവ് ആ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയുകയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയില്ല, വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ ഇവിടെ ചെയ്ത എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടെ ചെയ്തു, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു അമ്മയ്ക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സെൽസ് പോലും അമ്മയുടെ ബോഡിയിലില്ല, അമ്മയ്ക്ക് സർജറിയുടെ ആവശ്യമില്ല, അമ്മയ്ക്ക് ഒരു മെഡിസിൻസും എടുക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് ഇനി എപ്പോഴെങ്കിലും പനി അങ്ങനെ എന്തെങ്കിലും തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാൽ പോലും മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേരം ഞങ്ങൾ എൻ്റെ കയ്യിൽ ഉപ്പും തേനും മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്ത കാരണം അത് വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജമാൽ റാലിക്ക് വന്നിരുന്നു. അന്നേരം അമ്മയും കൊണ്ടുവന്നു. ഇവിടെ വന്നു അച്ഛൻ്റെ ഞങ്ങൾ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ ടോക്കൺ കിട്ടാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ ടോക്കൺ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടോക്കൺ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും വേണമെന്ന്. അപ്പം അച്ഛൻ അത്ര ടയേർഡാണെന്ന് അവരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛൻ അത്ര ടയേർഡാണെങ്കിൽ വേണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ അമ്മയെ പങ്കെടുത്താന്ന് പറഞ്ഞപ്പോൾ അവരെന്തുകൊണ്ടോ ഞാൻ അവിടെ ഇങ്ങനെ അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് നിന്ന സമയത്ത് അവർ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നിങ്ങൾ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനും അച്ഛൻ കൈവച്ച് എൻ്റെ അമ്മയെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനും സെയ്ത്ത് പൂശി കാശിരൂപം കൊടുത്ത് എൻ്റെ അമ്മയെ അനുഗ്രഹിച്ചു അച്ഛൻ.
നെക്സ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്, അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ്. ഞങ്ങൾ ഇവിടെ ജപമാല റാലിക്ക് വരുന്ന വഴിയിൽ ഞങ്ങൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഞങ്ങളുടെ കാറിൻ്റെ ഞങ്ങളുടെ കാറ് ഡിവൈഡറിൽ ഇടിക്കുകയും കാറിൻ്റെ സൈഡിലുള്ള 2 വീലും ഡിവൈഡറിൽ ഇടിച്ച് കയറുകയും നല്ല രീതിയിൽ പൊളിഞ്ഞു പോകും. ഞങ്ങൾക്കിത് എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ച് വണ്ടി നിന്നു. ഞങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്തു, അത്ര മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ഒരു വലിയ ശബ്ദത്തോടു കൂടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ടയർ അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നതെന്ന്. ഉടനെ ഞങ്ങൾ ബൈ റോഡിലോട്ട് കാറ് മാറ്റി ആ സ്ഥലത്ത് തന്നെയായിരുന്നു ഒരു വർക്ക്ഷോപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. രാത്രി 12 മണി സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ റൂം തേടി നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെയൊന്നും റൂമും ഇല്ല, തൃശ്ശൂരായിരുന്നു സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിൽ കാണിക്കാനും രാത്രി മുഴുവനും ഞങ്ങൾ കാറിലിരുന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് മാറാനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ റൂമൊന്നും എടുക്കണ്ട, ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നോളൂ, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും. ജോൺസൺ ചേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഞങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് കാർ ശരിയാക്കി കിട്ടുന്നത് വരെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ആ ചേട്ടനും കുടുംബത്തിനും നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ജപമാല റാലി കൂടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ജപമാല റാലിക്ക് പോയി അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ നന്ദി പറയാനായിട്ട് അമ്മയ്ക്കൊരു നിമിഷം കൊടുക്കാം. എൻ്റെ പേര് പ്രമീള എന്നാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായ എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും 1 കോടി നന്ദി. എനിക്ക് ഈ പുനർജന്മം നൽകിയ മാതാവിനും അപ്പയ്ക്കും 100 കോടി നന്ദി. എനിക്ക് എൻ്റെ കൊച്ചിലെ എൻ്റെ അപ്പയും അമ്മയും നഷ്ടമായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും പോയി എന്നെ വിട്ട്. ഞാൻ ഏകയായിരുന്നു. ആരുമില്ലാതെ ഇരുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു തീർന്നു എൻ്റെ ജീവിതമെന്ന് കരുതിയിരുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകി. ഇപ്പോൾ എനിക്ക് അപ്പയും അമ്മയും എനിക്കുണ്ട്. ഞാൻ അവരുടെ കൂടെ സന്തോഷമായി ജീവിക്കുന്നു. എൻ്റെ മക്കളെ കൂടെയും ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. എനിക്കിങ്ങനെ ഒരു 2ാം ജന്മം നൽകിയ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1 കോടി നന്ദി. എൻ്റെ ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനകോടികൾക്ക് ആശ്വാസമാകാൻ എൻ്റെ അപ്പ ജോസഫ് അച്ഛന് ആരോഗ്യ സൗഖ്യം എൻ്റെ അമ്മയും അപ്പയും നൽകണമേ എന്ന് ഞാൻ ഇതോടുകൂടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേറെ ഒന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടുന്ന് കന്നഡ, തമിഴ് പത്രം കർണാടകയിൽ ചർച്ചിൽ കൊടുക്കാറുണ്ട്. ചർച്ചിൽ ക്രിസ്ത്യൻസ് അല്ല, അവിടെ ഹിന്ദുസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ക്രൈസ്തവരുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടുതൽ കൊടുത്ത് അമ്മയെക്കുറിച്ച് പറയാനും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഓർഫനേജിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ഫുഡ് കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാറുണ്ട്. പഠന സഹായം ചെയ്യാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്ന റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്നവർക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് മേടിച്ച് കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം, സായന പ്രാർത്ഥന, ജപമാല, ബൈബിൾ റീഡിങ്, ഉപവാസം ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ കുർബാന കൂടാൻ പോകാറുണ്ട്. കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന, കൊന്ത, ഡെയിലി ബ്രെഡ്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ബൈബിൾ വായന. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന ഇത് ചെയ്യാൻ പറ്റില്ല. മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ മെഴുകുതിരിയിൽ എപ്പോഴും അമ്മ മാതാവ് ഓരോരോ സാന്നിധ്യങ്ങൾ ഓരോരോ ഷേപ്പിൽ തരാറുണ്ട്. ഫ്ലവേഴ്സിൻ്റെ, ഉണ്ണീശുവിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ്, പ്രാവിൻ്റെ ഷേപ്പ്, ഈശോയുടെ തിരുമുഖം, അമ്മ മാതാവ് ഉണ്ണീശുവും കൂടെ എടുത്തു വച്ചിരിക്കുന്ന രൂപം, അങ്ങനെ ഓരോരോ 7 ഗോൾഡൻ ലെറ്റർ അതൊക്കെ കിട്ടാറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ. ആകാശത്തോളം മുട്ടമുള്ള ഒരു ചർച്ചിൽ, ആകാശത്തോളം ഉയരമുള്ള ഒരു ചർച്ചിൻ്റെ മുന്നിൽ അമ്മ മാതാവ് ക്രീം കളർ ഡ്രസ്സിൽ, ക്രീം കളർ പ്രകാശത്തോടു കൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഞാൻ താഴെ നിൽക്കുന്ന അമ്മ എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
ഈശോയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും പനി, ചുമ, അങ്ങനെ എന്ത് അസുഖങ്ങൾ വന്നാലും പണ്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഒത്തിരി കൊണ്ട് ഓടിയിട്ടുണ്ട് മക്കളെയും കൊണ്ടിട്ട്. ഇപ്പം ഞാൻ എല്ലാ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അവരുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാറുണ്ട് അമ്മ മാതാവ് ഈശോയും കൂടെ. ഞങ്ങൾക്ക് തരുന്ന ഈ മഹാനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്താ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ ഈ സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ജോസഫ് അച്ഛന്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അനന്ത കൂടി നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഞങ്ങളുടെ ബ്രദർ വിജയകുമാർ സാറിനും ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചുകളും എനിക്ക് ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ വേദനകളെയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. തകർന്ന ഹൃദയങ്ങളിൽ ആശ്വാസത്തിലും സൗഖ്യത്തിനുമായി അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മുടെ മുറിവുകൾ കാണുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മറച്ചു വച്ച വേദനകൾ പോലും ദൈവത്തിന് മുൻപിൽ മറഞ്ഞിട്ടില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ വേദന, ജീവിത പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, രോഗാവസ്ഥകൾ, നിറവേറാത്ത സ്വപ്നങ്ങൾ ഉടമ്പടിയിൽ നമ്മുടെ മുറിവുകൾ കൃപയായി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. വേദനകളെല്ലാം ഓരോ സാക്ഷ്യമായിട്ടാണ് പിന്നീട് നാം കേൾക്കുന്നതും കാണുന്നതും. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം ഷെയർ ചെയ്ത് പ്രിജി ശ്രീകുമാർ എന്ന മകളുടെ സാക്ഷ്യമാണ്. ഈ മകൾ പറഞ്ഞു നിർത്തിയത് സ്വർഗീയ ജീവിതം ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കൃപാസനം ഉടമ്പടിയിലൂടെ ആദ്യമായി ഈ മക്കൾ കടന്നു വന്നത് സാധാരണ ഒരു യൂട്യൂബിൽ കൂടിയാണ്. യൂട്യൂബിൽ കൂടി കൃപാസനത്തെപ്പറ്റി അറിയുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അമ്മ ഇവർക്കൊരു സിഗ്നൽ കൊടുത്തു, ഒരു അടയാളം കൊടുത്തു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ദുരന്തം വരാൻ പോകുന്നു എന്നൊരു സിഗ്നലുമായിട്ടാണ്, മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഈ കുടുംബം ഇവിടെ വന്നപ്പോഴും അമ്മ ഒരു അടയാളം കൊടുത്തിരുന്നു. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയെത്തിയ ആ അമ്മയുടെ സ്റ്റാച്യു ആണ് ഈ സൈഡിൽ നമുക്ക് കാണാം. അവിടെയാണ് ഈ മക്കൾ പ്രാർത്ഥിച്ച് തിരിഞ്ഞ് പിന്നീട് നോക്കി പോകുന്ന വഴിക്കും തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ലൈറ്റില്ല, മുഴുവൻ ഒരു അന്ധകാരമാണ്. അപ്പോഴേ ഇവർക്ക് മനസ്സിലായി എന്തോ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ദുരന്തം വരാൻ പോകുന്നു എന്ന മെസ്സേജ് നൽകിയ അമ്മ തന്നെയാണ്. പെട്ടെന്ന് ആ മുറിയിൽ അന്ധകാരം നൽകിയപ്പോൾ ഇവർക്ക് എന്തോ ഒന്നും മനസ്സിലായി, എന്തോ അമ്മ വെളിപ്പെടുത്തുകയാണ് എന്ന്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് അതെന്താണെന്ന്. ലൈറ്റ് ഓഫ് ആയപ്പോൾ കാണിച്ചു കൊടുത്ത അന്ധകാരമാണ് പിന്നീട് മനസ്സിലായത് അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ക്യാൻസർ എന്ന അസുഖമാണ്, അതും 2nd സ്റ്റേജ് ആണെന്നാണ്. പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈലിൽ 6 നിയോഗം എഴുതേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് ഒരു നിയോഗം എഴുതി അമ്മയുടെ സൗഖ്യപ്പെടുത്തണമേ എന്നുള്ളൊരു നിയോഗം എഴുതിയപ്പോൾ ഡോക്ടർ വന്നു. അത് അറിയാതെ തന്നെ ക്ലിക്കാവുകയും ആ ഒരു നിയോഗം മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഓൺലൈൻ ഉടമ്പടിയായിട്ട് നിയോഗം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ തന്നെ പ്രാർത്ഥന തുടങ്ങി. മൊബൈലിൽ വിശ്വാസ പ്രമാണം സെർച്ച് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് കിട്ടിയത്. ആ പ്രാർത്ഥന ചൊല്ലി എന്നും പ്രാർത്ഥിച്ചു. പിന്നീട് ആരോ തന്ന ഉപ്പുണ്ടായിരുന്ന കയ്യിൽ തേനും ഉപ്പും ഉപയോഗിച്ച് പ്രതിഷ്ഠീകരണത്തിന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിൽ തന്നെ ശരീരത്തിൽ സോഫ്റ്റായ ഒരു പാർട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ സുഖപ്പെടുത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതെൻ്റെ അമ്മ തന്നെയാണെന്ന്. മെഡിക്കൽ ടെസ്റ്റിൽ ലിവർ അബ്നോർമാലിറ്റീസ് കണ്ടപ്പോൾ ലിവർ ക്യാൻസറാണ്, ലിവറിൻ്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്യണം, 90% കൺഫേം ആണ് ക്യാൻസർ. ആ സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് ഈ മകൾ
ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെയും വൈകുന്നേരവും വളരെ പ്രത്യാശയോടുകൂടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും ഏറ്റെടുത്തത്. സങ്കീർത്തനം 94:18 വചനം പറയുന്നത്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ്. നാം വഴുതിപ്പോകുന്ന നിമിഷമായപ്പോൾ ആ നിമിഷങ്ങളിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലാണ്, ആ കരമാണ് ഇവരുടെ ജീവിതത്തിലും ഈ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അച്ഛൻ്റെ ധ്യാന സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ കൂടി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെയും തടസ്സമാണ്, ഒരു ശക്തമായ മഴയാണ്. അമ്മ പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. പക്ഷെങ്കിൽ മകൾ പറഞ്ഞു നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. അന്ന് ആ ശക്തമായ മഴ ഒരു വലിയ തടസ്സമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇത്രയും നാൾ ടെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ ഡയറക്ഷൻ മാറ്റി അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഉടമ്പടി, ഉടനടി പരിഹാരം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മയാണ്. തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നതും മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും അമ്മ എപ്പോഴും നമ്മുടെ മനസ്സിന് നമ്മുടെ വിശ്വസ്തതയ്ക്കും അനുസരിച്ചുള്ള ഒരു വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്, ആ പ്രശ്നങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാക്കണമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ മുറിവുകൾ കർത്താവിൻ്റെ കൃപയാൽ സുഖപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നത് ഉടമ്പടിയിലൂടെയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവകൃപ, ദൈവക്കാത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്, നമ്മെ സൗഖ്യപ്പെടുത്തുന്നതും. മരിയൻ ഉടമ്പടി ദൈവത്തിനോടുള്ള ആ ആത്മീയ ബന്ധമാണ്. ആ ആത്മീയ ബന്ധത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഈശോയും അമ്മയും നൽകുന്നത്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്ന വചനം ഉടമ്പടി മക്കളുടെ ജീവിതാനുഭവമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയുമല്ല, ഇവർക്ക് എവിടെ പോയാലും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണമുണ്ട്. എന്തു തന്നെയായാലും സാഹചര്യങ്ങളും അപകടങ്ങളിലുമെല്ലാം താങ്ങിക്കൊള്ളുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുമ്പോൾ മെഴുകുതിരിയിൽ പോലും മെഴുകുതിരിയിലൂടെയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ നിന്നെ കൂടി ഉണ്ട് മകളെ മകനെ എന്ന് പറയുന്ന ആ സാന്നിധ്യമാണ് തിരിയിലൂടെ ഹൃദയത്തിൻ്റെ രൂപത്തിലും തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിലും ഫ്ലവറിൻ്റെ രൂപത്തിലുമൊക്കെ അമ്മയെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ദുർബലതകളുമായി കൃപാസനം നമ്മുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കും ആ കരുണയുടെ ഈശോയുടെയും അമ്മയുടെയും അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫ്രഞ്ചി ശ്രീകുമാറിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.